നമ്മുടെ നേന്ത്രപ്പഴവും ഓറിയോ ബിസ്ക്കറ്റും കൂട്ടിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസോട് കൂടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓറിയോ ബിസ്ക്കറ്റ് ഞാനിവിടെ 10 രൂപയുടെ ഓറിയോ ചോക്കോ ഫിൽസ് ആണ് എടുത്ത്. പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം കുറച്ച് പഴത്തേനെ എടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. ഒരു ജാറിലോട്ട് 1 കപ്പ് മൈദ ആഡ് ചെയ്യാം. അതിലോട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പാക്കറ്റിൽ 5 ജോഡി ഓറിയോ ബിസ്ക്കറ്റ് കാണും. നിങ്ങൾക്ക് ഇതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് അതിലോട്ട് ആഡ് ചെയ്യാം. ബിസ്ക്കറ്റ് ചേഞ്ച് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ആ ജാറിലോട്ട് ബിസ്ക്കറ്റ് ഇട്ടതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര, ഞാനിവിടെ കുറച്ചധികം പഞ്ചസാര എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, സാധനം നന്നായിട്ട് പൊടിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഉണ്ടാക്കുന്നതിലോട്ട് നമുക്ക് എക്സ്ട്രാ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തെടുത്താൽ നമുക്ക് ഓറിയോ കേക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ നേന്ത്രപ്പഴം എടുക്കുക. 3 നേന്ത്രപ്പഴം ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിനും വേണ്ടി നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം അത് അതിലോട്ട് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. നമ്മളിത് പേസ്റ്റ് ആക്കി എടുക്കാൻ കോഴിമുട്ടയോ വെള്ളമോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പഴം ഉടഞ്ഞ് താനെ പേസ്റ്റായി വരും, നല്ല കട്ടിയിലായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ സംഗതി നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായി വന്ന പോലെ. ഈ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എക്സ്ട്രാ നിങ്ങൾ ബേക്കിംഗ് പൗഡറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഓവനിൽ വെച്ച് ഓറിയോ ബനാന കേക്കും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഓയിൽ ചൂടാക്കി ഒരു സ്പൂണിൽ സ്കൂപ്പ് ചെയ്തെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ. ഞാനിവിടെ സ്പൂണിലാണ് എടുത്തത്, അതുകൊണ്ട് അത്രയും നല്ല ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല. ചെറു തീയിലിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കണം. അത് അതിൻ്റെ ഉള്ളിലുള്ള ആ മൈദയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരാണ്ട്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴവും ഓറിയോ ബിസ്ക്കറ്റും ചേർത്തുണ്ടാക്കിയ നല്ല സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ വലിയ രസമൊന്നും ഇല്ലെങ്കിലും സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് സംഗതി തോന്നി. ആ പഴത്തിന്റെ ഫ്ലേവറും ഓറിയോ ബിസ്ക്കറ്റിന്റെ ഫ്ലേവറും ഒക്കെ ഈക്വൽ ആയിരുന്നു. ഒന്ന് പൊളിച്ചു നോക്കിയപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷനിലോട്ട് മാറ്റുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ഫുഡ് വാർഡ് കോർണർ.